വെൽക്കം ബാക്ക് ടു അവർ ഹൈറി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പെരിന്തൽമണ്ണക്ക് ഒരു വെറൈറ്റി സ്ഥലത്തേക്ക് സ്നാക്സ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇതാണ് പാലക്കാട് കോഴിക്കോട് ഹൈവേ. ഞങ്ങളെ വീട്ടിൽ നിന്ന് മക്കര പറമ്പിൽ നിന്ന് നേരെ പോയാൽ ഈ ഒരു റോഡ് കൂടെയാണ് പെരിന്തൽമണ്ണക്ക് പോവാ. ഇതാണ് നമ്മുടെ അങ്ങാടിപ്പുറം മേൽപ്പാലം. ഇവിടെ ആദ്യം ഭയങ്കര കുണ്ടും കുഴിയും മഴയും എല്ലാതും ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല പണി ചെയ്ത് നല്ല റെഡിയാക്കിയതാണ് ഇപ്പൊ. പക്ഷെ വീതി ഭയങ്കര കുറവാട്ടോ. ഈ ഒരു പാലത്തിന്റെ വീതി ഭയങ്കര കുറവാണ്. ഇവിടുന്ന് അടുത്തേക്ക് ഒരു റോഡ് വരുന്നുണ്ട്. അതാണ് പെരിന്തൽമണ്ണ ബൈപ്പാസ്. പക്ഷെ നമുക്ക് നേരെ പോകണ്ടോ. ഇതാണ് പെരിന്തൽമണ്ണ ടൗൺ. പിന്നെ ഇവിടെ നേരെ പോയാൽ പാലക്കാടും, ലെഫ്റ്റ് പോയാൽ ഊട്ടി, അങ്ങനെ പോകേണ്ട സ്ഥലങ്ങൾ. നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് വലത്ത് ഭാഗത്തേക്കാണ്. വലത്ത് ഭാഗത്ത് പട്ടാമ്പി റോട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ആണെങ്കിൽ ഭയങ്കര കുഴിയും പിന്നെ അതുപോലെ ഇതൊക്കെയാണ്. റോഡൊന്നും നല്ലതല്ല. ഈ ടൈമിന്റെ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോ തന്നെ ഭയങ്കര അങ്ങനെ കുഞ്ഞി കാണുന്നതാണ്. ഇതിന്റെ പേര് കൊടുത്തിട്ടുള്ളത് തന്നെ ടീ ടൈം എന്നാണ്. ചായ സമയം. ഈ കാണുന്നതാണ് നമ്മുടെ ടീ ടൈം. ഇത് ഡബിൾ ഡെക്കർ ബസ് മോഡലിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബാക്കിൽ കണ്ടോ, അവിടെ ഫുള്ള് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. കാണാൻ നല്ല ഭംഗിയാണ്. അടിപൊളിയായിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വലത് കാൽ വെച്ച് കയറുകയാണ്. ഇതുവഴിയാണ് നമ്മുടെ ടീറ്റാനിക്കുള്ള എൻട്രൻസ് വരുന്നത്. നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിൽ പോയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ കേക്ക് അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ആനിവേഴ്സറി അതിനൊക്കെ നല്ല പാക്കേജ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ഒരു ചെറിയ ഫുഡാണ്. ഞങ്ങൾ ചെന്നിരുന്നപ്പോ തന്നെ ഞങ്ങളുടെ മുന്നിൽ മെനു ബുക്ക് കൊടുന്ന് വെച്ചു. അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും നോക്കി. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു സാധനം കൊണ്ടുപോയി. ക്ലബ്ബ്, പിന്നെ മാംഗോ ജ്യൂസ്, പിന്നെ ബഫലോ ചിക്കൻ. ആദ്യം തന്നെ ക്ലബ്ബുമെന്നാണ് തുടങ്ങിയത്. അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഫിലിം കുറച്ച് കുറവും സ്ക്രീൻ കുറച്ച് കൂടുതലുമാണ്. മാംഗോ ജ്യൂസ് നല്ല കട്ടിങ് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലായി. ബഫലോ ചിക്കനാണ് പറയാനുണ്ട്. ഭയങ്കര പുളിയാണ്. അപ്പോ അതിന്റെ കോട്ടിംഗ് ഒക്കെ മാറ്റി അതിന്റെ ചിക്കൻ മാത്രം എടുത്തിട്ടാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോത്തിന് നേരം ഇരുട്ടായി. വൈകുന്നേരമുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിലേറെ ഭംഗിയായിരുന്നു. നമ്മൾ രാവിലെ വന്നപ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ടീ ടൈം ഇത് നല്ല രസമുണ്ട്. ഇപ്പൊ രാത്രി ആയത് കാരണം അവർ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ബിസ്മിക്കാണ്. പെരിന്തൽമണ്ണത്തെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ്. കുറെ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ആകെ ചുറ്റിക്കറങ്ങി നേരം കളഞ്ഞു. പക്ഷെ വിചാരിച്ചതൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം കഴിക്കാൻ മേടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് അവിടുത്തെ പരിസ്ഥിതിയിൽ പോയി. അവിടുന്ന് പിരിപിരി അൽഫാം മേടിച്ചു, പിന്നെ കുബൂസും മേടിച്ചു. വീട്ടിൽ വന്ന് എല്ലാവരും കഴിച്ചു. പക്ഷെ ഇതിലും കുറച്ച് പുളി
കൂടുതലായി തോന്നി. സാധാരണ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് ഇത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.